2014 ജൂലൈ 30 അന്നത്തെ ഡേർബൺ ടെസ്റ്റിന്റെ 4ാം ദിവസം ട്വിറ്ററിൽ പ്രശസ്ത സ്പോർട്സ് കമന്റേറ്റർ അലൻ വിൽക്കിൻസ് തന്റെ ഒരു വികാരം പങ്കുവച്ചിരുന്നു. അദ്ദേഹം പങ്കുവച്ചത് ഇങ്ങനെയാണ്: പെർത്തിലെ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അസോസിയേഷൻ വാക്ക ഗ്രൗണ്ടിൽ നടന്ന റിക്കി പോണ്ടിങ്ങിന്റെ അവസാന ടെസ്റ്റ് മത്സരം ഹൗസ്ഫുൾ ആയിരുന്നെങ്കിൽ, മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ വിടവാങ്ങൽ ടെസ്റ്റ് ആർക്കും മറക്കാൻ കഴിയാത്തതായിരുന്നുവെങ്കിൽ, ജാക്ക് കാലിസ് വലിയ ആർഭാടങ്ങളില്ലാതെയാണ് തന്റെ അവസാന ടെസ്റ്റ് കളിച്ച് യാത്രയായത്. അദ്ദേഹത്തിന്റെ അവസാന ടെസ്റ്റിനായി ഡർബനിലെ കിങ്സ്മീഡ് സ്റ്റേഡിയത്തിൽ വെറും 7000 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തർക്കമില്ലാത്ത മഹത്വത്തിന്റെ അമ്പരപ്പിക്കുന്ന സ്ഥിതിവിവര കണക്ക് തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ജാക്ക് കാലിസിനെ യാത്രയാക്കാൻ എന്തുകൊണ്ട് അധികമാരും വന്നില്ല? ഗാരി സോബേഴ്സിനോ ഡോൺ ബ്രാഡ്മാനോ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഭക്തി നിർഭരമായ സ്വരത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും പരാമർശിച്ചിട്ടില്ല ക്രിക്കറ്റ് പ്രേമികൾ. ശരിക്കും ജാക്ക് കാലിസ് ആ ഒരു ഇതിഹാസ സ്റ്റാറ്റസ് അർഹിക്കുന്നുണ്ടെങ്കിലും